നമുക്കുണ്ടായിരുന്ന ഒരു കൺഫ്യൂഷനാണ് ചില ക്രെറ്റ വണ്ടികൾ കാണുമ്പോൾ അത് അൽക്കസാർ ആണോ ക്രെറ്റയാണോ എന്നുള്ളത്. ബാക്കിലുള്ള വണ്ടി ഒരു അൽക്കസാർ വെഹിക്കിളാണ്. അത് ഡിസൈനിൽ ഭയങ്കരമായിട്ട് ചേഞ്ച് കൊണ്ടുവന്ന് അതിൻ്റേതായിട്ടുള്ള ഐഡൻറ്റിറ്റി കൊണ്ടുവരാൻ ഈ വെഹിക്കിളിന് സാധിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അൽക്കസാറിനെ പറ്റിയാണ്. ഞാൻ ഭവിത്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. എൻലൈനിൻ്റെ ഡിസൈനോട് ഭയങ്കര സാമ്യമുള്ളൊരു ഡിസൈൻ ഈ ഒരു അൽക്കാസാറിൻ്റെ ഡിസൈൻ. ഇതിൻ്റെ ബോണറ്റെല്ലാം ക്രെറ്റയുടെ അതേ സാധനം തന്നെയാണ്. ആ ഒരു 3 സ്കൂപ്ഡ് ലൈൻസ് നമുക്ക് ഇവിടെ കാണാൻ കഴിയും, എയർ ലൈൻസ്. ഈ ഒരു ലൈറ്റ് എൻലൈനായിട്ട് ഭയങ്കര സിമിലായിട്ടുള്ളതാണ് ഈ ഒരു കട്ടില്ലാന്നുള്ള എൻലൈനിൽ. കൂടാതെ ഇപ്പോൾ ഹ്യുണ്ടായി അവരുടെ DRSലെല്ലാം ഈ ഒരു H കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് നമുക്ക് നമ്മളുടെ എക്സ്റ്ററിൽ കാണാൻ കഴിയുന്ന ഒരു സാധനമായിരുന്നു ഈ ഒരു ലൈറ്റും ഈ ഒരു ഡിവിഷനും. ഓക്കെ, അപ്പോൾ H കൊണ്ടുവന്നിട്ട് അവർ ഹ്യുണ്ടായുടെ ഹെഡ്ലൈറ്റ്സ് ബ്രാൻഡ് ചെയ്യാൻ നോക്കുകയാണ്. അത് വളരെ നല്ലൊരു കാര്യമാണ്. ഇതാണ് ഇവരുടെ LED പ്രൊജക്ടർ ലാംപ്സ് വരുന്നത്. ഈ ഒരു ഗ്രില്ലിൻ്റെ ഡിസൈൻ പുതിയതാണ്. ഈ ഒരു ഡിവിഷൻ ഇവിടെയുണ്ട്. ഈ ഒരു ഫ്ലാറ്റ്ലി ഡിസൈൻഡ് ലോഗോ നമുക്കിവിടെ കാണാൻ കഴിയും. പക്ഷേ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടിരുന്ന ഒരു പ്രൊജക്റ്റഡ് ലോഗോ ആയിരുന്നു. അത് കുറച്ചും കൂടെ പ്രീമിയംനെസ് വണ്ടിക്ക് കൊടുത്തിരുന്നതാണ് എൻ്റെ ഒരു ധാരണ. പിന്നെ ബമ്പർ വരുമ്പം ഇതിൻ്റെ ഒരു ഡിസൈൻ പുതിയതാണ്. ഈ ഒരു മാറ്റ് സിൽവറിഷ് ഫിനിഷ് നമുക്കവിടെ കാണാൻ കഴിയും. അതും ഭയങ്കര ഡീറ്റെയിൽഡാണ്, ഭംഗിയുണ്ട്. വണ്ടിയായിട്ട് ഭയങ്കരമായിട്ട് ഇഴുകി ചേർന്നിരിക്കുന്നു. 4560 mm ആണ് ഈ വെഹിക്കിളിൻ്റെ നീളം വരുന്നത്. അത് നമ്മളുടെ ക്രെറ്റയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 23 സെൻറ്റിമീറ്റർ കൂടുതലാണ്. ഓക്കെ, 23 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ വലുതാണെങ്കിലും ഏകദേശം ഈ ഒരു ഇത്ര സെൻറ്റിമീറ്റർ കൂടുതലുണ്ടാവുള്ളൂ. കൂടാതെ 15 സെൻറ്റിമീറ്റർ വീൽ ബേസും കൂടെ കൂടിയിട്ടുണ്ട്. എൻ്റെ ഒരു കൈപ്പത്തിയുടെ നീളം അത് ഉണ്ടാവുള്ളൂ. എങ്കിലും വണ്ടി കാണുമ്പോൾ നമുക്ക് ഹ്യൂജായിട്ട് ഫീൽ ചെയ്യും. ഈ ഒരു ചെറിയ ഡയമെൻഷൻസ് ആണെങ്കിലും വണ്ടി കാണുമ്പോൾ ക്രെറ്റയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര ഹ്യൂജായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഈ ഒരു സൈഡ് പ്രൊഫൈലിലെ ഈ ഒരു ഡിസൈൻ എലമെൻറ്റ്സൊക്കെ സെയിം ആണ് ക്രെറ്റയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, ഇതുമെല്ലാം. പിന്നെ നമ്മളുടെ ഈ ഒരു സൈഡ് പ്രൊഫൈലും ഏകദേശം സിമിലറാണ് പഴയ അൽക്കസാറായിട്ട് വെച്ച് നോക്കുമ്പോൾ. കൂടാതെ ഇപ്പോൾ നമ്മളുടെ ഈ ഒരു വീലാർച്ച് ഉണ്ടോ, വീലാർച്ച് ആക്ച്വലി ഇപ്പം ഈ ബോഡി കളറായിട്ട് തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇതൊരു 18 ഇഞ്ച് അലോയ് വീലാണ് ബാക്കിലും ഫ്രണ്ടിലും. പിന്നെ വരുന്നത് ഈ ഒരു ഹാൻഡ് റെയിൽ ഇപ്പോഴും ആ പഴയ ടൈപ്പ് ഹാൻഡ് റെയിലാണ്. അവർക്ക് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യാമെന്ന് എനിക്ക് തോന്നി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ 15 സെൻറ്റിമീറ്റർ ആ വീൽ ബേസിൽ വരുന്ന എക്സ്ട്രാ ലെങ്ത് അവർ ഈ ഒരു ഡോറിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്രെറ്റയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി വലിയ ഡോർ നമുക്ക് കിട്ടും. അത് ഭയങ്കര നല്ലതാണ് ഫോർ എ സെക്കൻഡ് റോ ഓഫ് പാസഞ്ചർ. പിന്നെ ഈ റൂഫ് റെയിൽ കാണുന്നില്ലേ, ഇതിപ്പോൾ ഒരു ഫങ്ഷണൽ റൂഫ് റെയിലാണ്. അതായത് ഇതുവരെ ഉണ്ടായിരുന്ന റൂഫ് റെയിലുകൾ വെറും ഭംഗിക്ക് വേണ്ടി മാത്രമായിരുന്നെങ്കിൽ ഇതിലേക്ക് ഇപ്പോൾ നമുക്ക് ലോഡ് അറ്റാച്ച് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഈ ഡിസ്റ്റൻസ് അവർ കൊടുത്തിരിക്കുന്നത്, ആ ലിവറേജ് കിട്ടാൻ വേണ്ടിയിട്ട്, വണ്ടിയിലെ ബോഡിയിലോട്ട് വെയിറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അത് ഭയങ്കര ഭംഗിയും ഹൈറ്റും വണ്ടിക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ വരുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ റണ്ണിംഗ് ബോർഡ് കണ്ടോ, ഇതൊരു പുതിയ ഡിസൈനാണ്. ഒരു സിൽവറിഷ് മാറ്റ് ഫിനിഷ് നമുക്ക് കാണാൻ കഴിയും ഇവിടെ. നമുക്ക് ക്രെറ്റയിലുണ്ടായിരുന്ന ആ ഒരു സൈഡ് എലമെൻറ്റ് ഇങ്ങനെ പോകുന്നത് കാണാൻ പറ്റും. ഓക്കെ, ക്രെറ്റയിൽ ഇത് കുറച്ചും കൂടെ ലീനിയറായിട്ട് ബാക്കിലോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഇതിൽ തേർഡ് റോ പാസഞ്ചേഴ്സിനുണ്ട് ഒരു വിസിബിൾ വിൻഡോ കൊടുക്കാൻ വേണ്ടി അത് കുറച്ചൊന്ന് ടൈറ്റൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഭയങ്കര ഭംഗിയിൽ അവർ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇവരുടെ ഫില്ലിംഗ് ടാങ്ക്. ബാക്ക് ലൈറ്റിലോട്ട് വരുമ്പോഴും എക്സ്റ്റേണിൻ്റെ പോലെ തന്നെ ഈ ഒരു H കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്ക് ആ 2 H കാണാൻ കഴിയും. അത് 2 സൈഡിലോട്ടും വരുന്നുണ്ട്. പിന്നെ ഈ ഒരു റണ്ണിങ് ടെയിൽ ലാമ്പ് ഇപ്പോൾ എല്ലാ ഇന്ത്യൻ കാസിലുള്ള സാധനം അതിലും കൊടുത്തിട്ടുണ്ട്. അതും വെഹിക്കിളിന് ഭയങ്കരമായിട്ടുള്ള ഭംഗി കൊടുക്കുന്നുണ്ട്. ഇതൊരു ടെർബോ പെട്രോൾ എഞ്ചിനാണ് ഈ ഒരു വണ്ടിക്ക്. അതൊരു DC ട്രാൻസ്മിഷനാണ്. അതിനെപ്പറ്റി നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ സംസാരിക്കാൻ പറ്റും. പിന്നെ ബാക്ക് സ്പേസിലോട്ട് വരുമ്പോൾ അതും ഭംഗിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് സെൻസേഴ്സ് കാണാൻ കഴിയും. പിന്നെ ക്യാമറ ഇവിടെയാണുള്ളത്. ഓഫ് കോഴ്സ് ഈ ഒരു അൽക്കസാറിന് 360 ക്യാമറ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ അവരുടെ ഒരു ബ്രേക്ക് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സോപ്പ് വാട്ടർ പ്രൊട്ടക്ഷനാണ് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ചെറിയ ഹോളുണ്ട്. ഈ വെഹിക്കിളല്ല, നമ്മൾ പുറത്തൊരു വണ്ടിയാണ് ടെസ്റ്റ് ഡ്രൈവ് എടുക്കാൻ പോകുന്നത്. അതിലാണ് നമ്മൾ ഈ ഇൻറ്റീരിയേഴ്സും ഡ്രൈവിംഗ് എക്സ്പീരിയൻസൊക്കെ പറയാൻ പോകുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോടുള്ള പോപ്പുലർ ഹുണ്ടായിലാണ്. എന്നെ വീഡിയോ എടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് വിനീതാണ്, ഇവിടുത്തെ സെയിൽസ് സ്റ്റാഫാണ്. അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ പോപ്പുലർ ഹുണ്ടായി കോഴിക്കോട് കൊടുക്കുന്ന കുറേ ഓഫേഴ്സ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. എന്തായാലും ഏകദേശം 2.5 കോടിയിലധികം ആനുകൂല്യങ്ങളുള്ള ഓഫേഴ്സുമായിട്ടാണ് ഓണക്കാലത്ത് പോപ്പുലർ ഹുണ്ടായി വരുന്നത്. അപ്പോൾ എന്തായാലും നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, വേണ്ട വിവരങ്ങൾ നിങ്ങൾ അറിയുക. നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ നമുക്ക് ഡ്രൈവിങ്ങിന് വേണ്ടിയുള്ള അൽക്കാസർ വെഹിക്കിൾ പുറത്തുണ്ട്. ആ ഒരു റോഡ് പ്രസൻസ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അല്ലേ. നോക്കൂ എന്ത് ഭംഗിയായിട്ടാണ് ആ വണ്ടി കിടക്കുന്നത് എന്നുള്ളത്. വണ്ടി ഇപ്പോൾ റണ്ണിങ്ങിലാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ഡീസൽ എഞ്ചിനാണ്. 1.5 ലിറ്റർ ഡീസൽ എഞ്ചിൻ നമുക്ക് മാനുവൽ അവൈലബിൾ ആണ്. ടെർബോ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ അവൈലബിൾ ആണ്. പിന്നെ 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിൻ നമുക്ക് നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോളും ഉണ്ടാവും,
ടർബോ പെട്രോളും ഉണ്ടാകും. ടർബോ പെട്രോളിന് മാനുവൽ അവൈലബിൾ ആണ്. പിന്നെ നമ്മളുടെ DCT അഥവാ ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ ഒരു കൺവീനിയൻസ് അനുസരിച്ച് ഈ വെഹിക്കിൾ ചൂസ് ചെയ്യുക. ഉള്ളോട്ട് കയറുമ്പോൾ ഒരു ഹോൾ ന്യൂ ഇൻറ്റീരിയർ ആയിട്ടാണ് അൽക്കസാറിൻ്റെ ടേംസിൽ വരുമ്പോൾ പറയുന്നത്. പക്ഷേ അത് ക്രെറ്റയിൽ കണ്ടു വന്ന അതേ ഇൻറ്റീരിയർ തന്നെയാണ്. ഈ ഒരു ലെതർ ടച്ചൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത് ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ. ഈ ഒരു ബ്രൗണിഷ് ഷെയ്ഡുള്ള ഇത് ക്രെറ്റയിൽ കാണുന്ന ഒരു അസിമെട്രിക് ഫോർമേഷൻ ഓഫ് ഡാഷ്ബോർഡ് നമുക്ക് കാണാൻ കഴിയുന്നു. അത് കാറിലോട്ട് കയറുമ്പോൾ തന്നെ ഭയങ്കര നമുക്കൊരു പ്രീമിയം കാറിലാണെന്നുള്ള ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ഡീ കട്ട് ലെതർ കോട്ടഡ് സ്റ്റിയറിംഗ് വീൽ നമുക്കിവിടെ കാണാൻ കഴിയും. ഇവിടെ എല്ലാം കൺട്രോൾസ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ പാഡിൽ ഷിഫ്റ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. അത് ആക്ച്വലി ഒരു ഡ്രൈവറെ എൻഗേജ് ചെയ്യിക്കാൻ ഭയങ്കര ഹെൽപ്പ് ചെയ്യുന്ന സാധനം കേട്ടോ. അത് നോർമൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ അല്ലാതെ ഈ ഒരു പാഡിൽ ഷിഫ്റ്റും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ഫണ്ണായിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മളുടെ വിൻഡോസിൻ്റെയും ഗ്ലാസിൻ്റെയൊക്കെ കൺട്രോൾ, മിറേഴ്സിൻ്റെയൊക്കെ കൺട്രോൾ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. കൂടാതെ ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പം ക്രെറ്റയിൽ കണ്ട ആ ഒരു കണക്റ്റഡ് സ്ക്രീൻസ് നമുക്കിവിടെ കാണാൻ കഴിയും. ഭയങ്കര വൈഡായിട്ടുള്ള 2 സ്ക്രീൻസ് ഒരു കണ്ടിന്യൂസ് പാനൽ ബോർഡിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് ആക്ച്വലി 2 സ്ക്രീൻ ആണെങ്കിലും അതൊരൊറ്റ വലിയ സ്ക്രീൻ പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഇവിടെയാണ് ഇതിൻ്റെ മേജർ കൺട്രോൾസ് ഒക്കെ വരുന്നത്. പക്ഷേ കുറച്ചും കൂടെ ടച്ച് ബേസ്ഡ് ആണ് ഈ ഒരു കൺട്രോൾസ് ഒക്കെ വരുന്നത്. എങ്കിലും ഈ ട്യൂണിങ്ങിൻ്റെയും വോളിയത്തിൻ്റെയൊക്കെ കൺട്രോൾസ് മാനുവലായി കൊടുത്തിരിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ നമ്മുടെ ടെമ്പറേച്ചറിൻ്റെയും കൺട്രോൾസ് എല്ലാം ടോഗിൾ ഷിഫ്റ്റ് ആണ് അവർ കൊടുത്തിരിക്കുന്നത്. അതും ഭയങ്കര നല്ലതാണ്. നമുക്ക് ഡ്രൈവ് ചെയ്യാനൊക്കെ ആണെങ്കിൽ മിക്കവാറും ഈ 4 സ്വിച്ച് നമുക്ക് ഉപയോഗിക്കേണ്ടി വരിക. അപ്പോൾ ഡ്രൈവിങ്ങിലൊന്നും വലിയ ബുദ്ധിമുട്ട് നമുക്ക് ഈ സ്വിച്ചസ് തരില്ല. പിന്നെ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഈ വെഹിക്കിളിന് ഒരു ഡ്യുവൽ ടോൺ AC ആണ്. അതായത് ഡ്രൈവർക്കും പാസഞ്ചറിനും ഡിഫറെൻറ്റ് ടെമ്പറേച്ചേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡ്യുവൽ AC ക്ലൈമറ്റ് കൺട്രോളിന് തരാൻ സാധിക്കും. കൂടാതെ പറയാനുള്ളത് കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ എല്ലാ വെഹിക്കിൾസും കണ്ടുവരുന്നത് പോലെ ഇവിടെ ഒരു C ടൈപ്പ് ചാർജർ ഉണ്ട്, 12 വോൾട്ട് സോക്കറ്റ് ഉണ്ട്, ടൈപ്പ് A USB ചാർജർ ഇവിടെയുണ്ട്. പിന്നെ നമുക്കിവിടെ വയർലെസ് ചാർജറും ഉണ്ട്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഗിയർ ഷിഫ്റ്റ്, പാർക്കിംഗ്, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ് ആൻഡ് നമുക്ക് ഈ പാഡൽ ഷിഫ്റ്റേഴ്സ് ഉപയോഗിക്കുന്നത് അതിലേക്ക് റൈറ്റിലോട്ട് തട്ടിയാൽ നമുക്കത് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനിപ്പോൾ നമുക്ക് ആ ബോറിംഗ്, ലിവേർഡ്, ഹാൻഡ് ബ്രേക്ക് എല്ലാം ഉള്ളത്. ഇവിടെ നമുക്കൊരു പാർക്കിംഗ് സ്വിച്ച് ഉണ്ട്. ഇതൊരു ഇലക്ട്രിക് പാർക്കിംഗ് സ്വിച്ചാണ്. മുകളിലേക്ക് അമർത്തി വണ്ടി നിൽക്കും. ഇതൊരു ഓട്ടോ ഹോൾഡ് അസിസ്റ്റാണ്. ഇത് നമ്മളുടെ 360 ക്യാമറയാണ് ഈ കാണുന്നത്. ഇത് ഓട്ടോ ഹിൽ ഡിസെൻഡൻറ്റ് കൺട്രോളാണ്. ഇത് ഭയങ്കര നല്ലതാണ് കേട്ടോ നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ. പിന്നെ ഈ 2 സ്വിച്ചസ് കാണുന്നത് എൻ്റെ പിന്നിലുള്ള സീറ്റിൽ ആക്ച്വലി വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ്. ആ വെന്റിലേറ്റഡ് സീറ്റ്സിലേക്കുള്ള എയർ ഫ്ലോ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. 3 ആണെങ്കിൽ മാക്സിമം എയർ ത്രോ ഇല്ല. അപ്പോൾ നമുക്ക് ഭയങ്കര കൂളായിട്ടിരുന്ന് യാത്ര ചെയ്യാം. ഈ വെഹിക്കിളിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്ക് സീറ്റിലും ഈ ഒരു വെന്റിലേറ്റഡ് സീറ്റ്സ് ഉണ്ട് എന്നുള്ളതാണ്. അതും ഭയങ്കര നല്ല കാര്യമാണ്. ആ ലിവർ പോയതോടെ നമുക്ക് കുറച്ചധികം സ്പേസ് ഇതിനകത്തുണ്ട് കേട്ടോ. ഇപ്പോൾ 2 വലിയ ബോട്ടിൽസൊക്കെയാണ് സ്പേസ് ഉണ്ട്. ഈ ഒരു ഹാൻഡ് റെസ്റ്റിന് താഴത്ത് കുറച്ചധികം സ്പേസ് നമുക്ക് കാണാൻ കഴിയും. ഈ സ്റ്റിയറിംഗ് വീൽ റൈറ്റ് സൈഡിൽ നമുക്ക് 4-5 സ്വിച്ചസും കൂടെ കാണാൻ കഴിയും. ഒന്ന് നമ്മളുടെ എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടണാണ്. രണ്ടാമത്തത് A ഓഫ് എന്ന് വെച്ചാൽ നമ്മളുടെ ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ. അത് വണ്ടി സ്റ്റോപ്പ് ചെയ്താൽ വണ്ടി നിൽക്കും, അത് എഞ്ചിൻ ഓഫ് ആവും. അങ്ങനത്തെ ഒരു ഫീച്ചേഴ്സ് ഈ വണ്ടിക്കാണ്. അത് ഓഫാക്കാൻ ഓണാക്കാൻ പറ്റും. പിന്നെ ട്രാക്ഷൻ കൺട്രോൾ ഓഫാക്കാൻ ഓണാക്കാൻ പറ്റും. പിന്നെ ഫ്രണ്ടിലെ പാർക്കിംഗ് സെൻസേഴ്സ് ഓണാക്കാൻ ഓഫാക്കാൻ പറ്റും. ബിക്കോസ് നമ്മൾ മുന്നോട്ടൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ ആ സെൻസർ ഓണായി കിടന്ന് എപ്പോഴും വണ്ടി BP അടിച്ചുകൊണ്ടിരിക്കും. അത് ചിലപ്പോൾ നമുക്കൊരു ബമ്പർ ടു ബമ്പർ ട്രാഫിക്കൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോളും നമ്മുടെ ഡയറക്ഷൻ കൺട്രോളും നമുക്കിവിടെ കാണാൻ കഴിയും. പിന്നെ ഈ ഒരു സൈഡ് ഡോറിലോട്ട് വരുമ്പോൾ ഇവിടെ ബോസിൻ്റെ സ്പീക്കേഴ്സാണ്. ഇപ്പോൾ എല്ലാ ഹ്യുണ്ടായി വെഹിക്കിൾസ് നമുക്ക് ബോസിൻ്റെ സ്പീക്കേഴ്സ് അതിൻ്റെ പ്രീമിയം ടോപ്പ് എൻഡിൽ കാണാൻ കഴിയും. പിന്നെ ഇവിടെ വരുന്നത് 2 വലിയ ബോട്ടിൽസ് നമുക്ക് വെക്കാൻ പറ്റും. പിന്നെ ചെറിയ സ്റ്റോറേജ് സ്പേസ് നമുക്ക് വെഹിക്കിളിനുണ്ട്. പിന്നെ ഞാൻ പറയാൻ മിസ്സായതല്ലോ കേട്ടോ, ഇതിൻ്റെ പെട്രോൾ വേരിയൻസിന് മാത്രമേ പനോരമിക് റൂഫ് നമുക്ക് കാണാൻ കഴിയുള്ളൂ. തുടങ്ങിയ വെഹിക്കിൾ പെട്രോൾ വെഹിക്കിളായിരുന്നു, ടർബോ വെഹിക്കിളായിരുന്നു. ഇതൊരു ഡീസൽ വെഹിക്കിളാണ്, അതുകൊണ്ട് നമുക്ക് പനോരമിക് സൺറൂഫ് ഇല്ലാത്തത്. പക്ഷേ ശരിക്കും ഒരു ഇന്ത്യൻ കണ്ടീഷനിൽ പനോരമിക് സൺറൂഫിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് എൻ്റെ ഒപ്പീനിയൻ. കാരണം അത് നമുക്ക് മഴയത്ത് തുറന്നിടാൻ പറ്റില്ല, കാര്യം മഴവെള്ളം ഉള്ളിലോട്ട് വരും. വെയിലത്ത് തുറന്നിടാൻ പറ്റില്ല, കാര്യം വെയിലും ചൂടും പൊടി ഉള്ളിലോട്ട് വരും. അപ്പോൾ ശരിക്കും ഇന്ത്യൻ കണ്ടീഷനിൽ സൺറൂഫിൻ്റെ ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ വേണമെങ്കിൽ നമുക്ക് MGയുടേത് പോലെ ആ ഒരു ഫിക്സ് റൂഫ് കൊടുത്തു കഴിഞ്ഞാൽ അതായിരിക്കും കുറച്ചും കൂടെ ആപ്റ്റായിരിക്കുക ഇന്ത്യൻ കണ്ടീഷനിൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നമുക്ക് പിന്നോട്ട് പോയി നോക്കാം. തുറന്നു പിന്നോട്ട് കയറുമ്പോൾ കേട്ടോ ശരിക്കും വണ്ടിയുടെ പ്രീമിയംനെസ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. കയറുന്നതിന് മുന്നേ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഇത് കണ്ടോ, ഇത് നമ്മുടെ തൈ സപ്പോർട്ടാണ് കേട്ടോ. അത് നമുക്ക് വേണമെങ്കിൽ ഇത് മുന്നോട്ടും പിന്നോട്ടും ആക്കിയിട്ട് നമ്മുടെ തൈ സപ്പോർട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അത് ബാക്കിലെ പാസഞ്ചേഴ്സിന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. നല്ല കംഫർട്ട് യാത്ര നമുക്ക് ഈ വണ്ടി തരും എന്നാണ് പറയുന്നത്. ഇതിവരുടെ പുതിയൊരു TC വെഹിക്കിളാണ്, അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സാധനമൊക്കെ ഉള്ളത്. നിങ്ങളത് ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടത്ര ലെഗ് റൂമൊക്കെ വണ്ടി ചെയ്യുന്നുണ്ട്. ഓഫ് കോഴ്സ് ഹെഡ് റൂം എന്തായാലും ഉണ്ട്, അൽക്കസാറാണ്, അപ്പോൾ നമുക്ക് എന്തായാലും എക്സ്പെക്ട് ചെയ്യാതെ. പിന്നെ ഇവിടെ നമുക്ക് ആ സൺഷെയ്ഡ് ഉണ്ട്.
അത് ഭയങ്കര നല്ലതാണ് ശരിക്കും കേട്ടോ. നമുക്ക് ഇന്ത്യൻ കണ്ടീഷനിൽ ഇന്ത്യക്കാർക്ക് വേണ്ടി കാർ ഡിസൈൻ ചെയ്താൽ എപ്പോഴും ഹ്യുണ്ടായി മുന്നിലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് അവർ മാർക്കറ്റിൽ ഇത്രയും സക്സസ്ഫുൾ ആയതും. എപ്പോഴും പുതിയ ഇന്നോവേഷൻസും കുറച്ചും കൂടെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളും ഇന്ത്യയിലോട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്ന ഹ്യുണ്ടായി ഗ്രൂപ്പാണ്. അതിന് നമ്മളെപ്പോഴും അവരോട് താങ്ക്സ് പറയണം. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഓഫ് കോഴ്സ് ഈ ഒരു തൈ സപ്പോർട്ട് ഉണ്ട്. സീറ്റൊക്കെ ഭയങ്കര കംഫർട്ടബിൾ ആണ് കേട്ടോ. ഭയങ്കര പുതിയ സീറ്റാണ് അവർ ഇതിലേക്ക് കൊടുത്തിരിക്കുന്നത്. പഴയ അൽക്കാസാറും ക്രെറ്റയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നല്ല കംഫർട്ട് ഈ വണ്ടി തരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്കിൽ അതായത് സെക്കൻഡ് റോയിൽ നമുക്ക് വെന്റിലേറ്റഡ് സീറ്റ്സ് ഉണ്ട് എന്നുള്ള കേട്ടോ. ഇപ്പോൾ അത് പ്ലാസ്റ്റിക് കവേർഡാണ്, പക്ഷേ എന്താ നമുക്ക് ഈ ഹോൾസ് കാണാൻ കഴിയും. എന്തായാലും ഈ ഒരു ബ്രൗണിഷ് ലെതർ നല്ലൊരു പ്രീമിയം വണ്ടി ആണ് എന്നത് പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇവിടേക്ക് വരുമ്പോൾ നമുക്ക് 2 AC വെൻസ് കാണാൻ കഴിയും കേട്ടോ ഇവിടെ. പിന്നെ നമുക്ക് 2 C ടൈപ്പ് ചാർജറുണ്ട്. ഒരു ഫോൺ ഹോൾഡിംഗ് സ്പേസും ഉണ്ട്. അത്യാവശ്യം ഡെപ്ത് ഉള്ളതുകൊണ്ട് ഫോൺ അവിടെ നിൽക്കും. പല കാറും കൊടുക്കാറുണ്ട്, പക്ഷേ അത് വീണ് പോകും. പിന്നെ ഇവിടെ നമുക്കൊരു ട്രേ കാണാൻ കഴിയും. അത് നമുക്ക് മുകളിലേക്ക് പൊക്കി വയ്ക്കാൻ പറ്റും. ഇവിടെ ചെറിയൊരു സാധനമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ലാപ്ടോപ്പോ അല്ലെങ്കിൽ ഐപാഡൊക്കെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ സുഖമായിട്ടിരുന്ന് കണ്ടു പോകാൻ കഴിയും. ഇത് ചെറിയൊരു സാധനമാണ് കേട്ടോ, ഒരു എലമെൻ്റാണ്. ആക്ച്വലി ഇത് ഭയങ്കര ഭംഗിയുണ്ട്, പക്ഷേ ഇതിൻ്റെ ആവശ്യം ഉണ്ടായെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇവിടെ കപ്പ് ഹോൾഡ് ചെയ്യാനാണ് പറയുന്നത്. പക്ഷേ ഒന്നാമത് ഈ വണ്ടി നമ്മളെ ഇന്ത്യൻ റോഡ്സ് ആണല്ലോ, ചെറിയ കുലുക്കമാണ്. പിന്നെ ഇതിൻ്റേതായിട്ടുള്ളൊരു കുലുക്കം നമുക്ക് ഫീൽ ചെയ്യും. അത് നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ നോക്കാം. അപ്പോൾ അത് ഭയങ്കര നല്ലതാണ് കേട്ടോ. പക്ഷേ ഒരു സാധനം വലിയ ഹൈറ്റിലൊക്കെ ആൾക്കാർ ഇരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ കുറച്ച് സ്പേസ് എടുത്തെന്ന് തോന്നുന്നത്. ഇപ്പോൾ നമ്മൾ ബാക്കിൽ കയറി അധികം ബുദ്ധിമുട്ടാവുമെന്ന് തോന്നുന്നു ഈ ഒരു സീറ്റിംഗ് പൊസിഷൻ. ഞാൻ എന്തായാലും കുറച്ച് മുന്നോട്ടിടാം. ഓക്കെ, 2 സീറ്റുകളും ഇത് മതി എനിക്കിപ്പോൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ഉള്ളോട്ട് കയറണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് വേ ആയിട്ട് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ നടുക്കൂടെ അകത്തോട്ട് കയറുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ സീറ്റിൻ്റെ ഈ ഹെഡ് റെസ്റ്റ് ഒക്കെ ഉള്ള കേട്ടോ. ശരിക്കും ഞാൻ പറയാൻ പറ്റുമോ, ഭയങ്കര നല്ല സപ്പോർട്ടുണ്ട്. അപ്പോൾ ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും, നല്ല സുഖമായിട്ട് യാത്ര ചെയ്യാം. എന്തായാലും നമുക്ക് ഇതിൻ്റെ ബാക്കിലോട്ട് പോയി നോക്കാം കേട്ടോ. ഇതാണ് ഏറ്റവും ബെസ്റ്റ് വേ ടു ഗെറ്റ് ഇൻ ടു ദ ബാക്ക് സീറ്റ്, 3rd റോ. അത് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇത് ശരിക്കും ഒരാൾക്ക് ഇരിക്കാൻ പറ്റില്ല കേട്ടോ. ഒരു വലിയ ഡ്രൈവൊക്കെ ആണെങ്കിൽ ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട് ഫോർ ദം. അപ്പോൾ നമ്മൾ ഇരിക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ ഏറ്റവും നല്ല ഒരു സ്പേസ് ആയിരിക്കും കേട്ടോ. കാരണം കുട്ടികളുടെ ബോഡി ഡയമെൻഷൻസ് അല്ലെങ്കിൽ ആന്ത്രോമെട്രിക് ഡയമെൻഷൻസ് ഉപയോഗിച്ചാണ് അവർ ഈ ഒരു സീറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് തോന്നുന്നു. അപ്പോൾ നിങ്ങളൊരു ചെറിയ അല്ലെങ്കിൽ ഒരു മീഡിയം ഫാമിലിയൊക്കെ ആണെങ്കിൽ, കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഈ ബാക്ക് സീറ്റ് ഭയങ്കര ഹെൽപ്ഫുൾ ആട്ടോ. ഭയങ്കര ഫണ്ണായിരിക്കും ഡ്രൈവ്. കാരണം എന്തായാലും വണ്ടിയുടെ വലിപ്പം കൂടുന്നുണ്ട്, സ്പേഷ്യസ് ആണ് ഉള്ളിൽ. അപ്പോൾ ലോങ് ഡ്രൈവ്സൊക്കെ ഉണ്ടാകുമ്പോൾ കുട്ടികൾ എൻഗേജ് ചെയ്യിക്കാൻ ഈ സ്പേസൊക്കെ വളരെ നല്ലതായിരിക്കും. ഇവിടെ ഒരു C ടൈപ്പ് ചാർജർ ഉണ്ട്. ഇവിടെ AC കൺട്രോൾ ഉണ്ട്. ഭയങ്കര നല്ലതാണ് കേട്ടോ. ഇവിടെ AC വെൻ്റ് കാണാൻ കഴിയും. ഇവിടെ ചെറിയൊരു സ്പേസ് ഉണ്ട്. അത് ഈ ഒരു സാധനം എന്ന് വെച്ചാൽ പിടിച്ച് കയറാൻ വേണ്ടിയിട്ടില്ല കേട്ടോ. ഈ റോയിലോട്ട് കയറുമ്പോഴേ സീറ്റ് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഹാൻഡിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇവിടെ വലിയൊരു ബോട്ടിൽ 2 ബോട്ടിൽ പ്ലേസ് ചെയ്യാൻ പറ്റും. 2 ഷേപ്പിലാണെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഇൻറ്റീരിയർ കഴിഞ്ഞു. വണ്ടി തുറക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം 2 ലഗേജ് വെക്കാൻ ഈ 3rd സീറ്റ് ഓപ്പൺ ആണ് നമുക്ക് പറ്റും. പക്ഷേ ഈ 3rd സീറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഏത് ഇന്ത്യൻ കാറിൽ കിട്ടുന്നതിനൊക്കെ കൂടുതൽ നമുക്ക് ലഗേജ് സ്പേസ് കിട്ടും. വലിയൊരു ട്രിപ്പൊക്കെ ചെറിയ ഫാമിലി ട്രാവൽ ആണെങ്കിൽ ഈ ഒരു 7 സീറ്റർ ആണെങ്കിൽ ഈ ഒരു സീറ്റ് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു 50-50 ഫോൾഡബിൾ സീറ്റാണ്. അപ്പം ഈ ഒരു സീറ്റ് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി വലിയ സ്പേസ് നമുക്ക് ലഗേജിന് കിട്ടും. ഒരു 6-7 ബാഗൊക്കെ കൂളായിട്ട് വെഹിക്കിളിൽ കൊണ്ടുപോകാൻ കഴിയും. പിന്നെ ബോസിൻ്റെ സബ് വൂഫർ ഇവിടെ ഇരിക്കുന്നത് കേട്ടോ. ഇവിടെ ഭയങ്കര ഇഫക്റ്റ് ആയിരിക്കും എനിക്ക് തോന്നുന്നു ബോസിൻ്റെ സ്പീക്കേഴ്സ് ആയതുകൊണ്ട് തന്നെ. നമുക്ക് എന്തായാലും ഒരു ടെസ്റ്റ് ഡ്രൈവ് പോയി നോക്കാം. അപ്പോൾ നമ്മൾ ഈ വെഹിക്കിളൊന്ന് ഡ്രൈവ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഈ ഒരു വണ്ടിക്ക് ടോർക്ക് എന്ന് പറയുന്നത് 253 ന്യൂട്ടൺ മീറ്റർ പെട്രോളിനും 250 ന്യൂട്ടൺ മീറ്റർ ഡീസലിനുമാണ്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം ടോർക്ക് ഈ വണ്ടിക്ക് ഉണ്ട്, ഒരു 7 സീറ്ററിന് വേണ്ട ടോർക്ക്. പിന്നെ പവർ പറയുകയാണെങ്കിൽ നമ്മൾ PS-ലാണ് പൊതുവെ പറയാം. ഏകദേശം 160 PS പവർ പെട്രോളിനും 116 PS പവർ ഡീസലിനും അൽക്കസാറിലെ എൻജിനുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഓടിക്കുന്നതൊരു 116 PS പവറുള്ളൊരു ഡീസൽ എൻജിനാണ്. അതിൻ്റെ AT ഓപ്ഷനാണ് ഞാൻ ഓടിക്കുന്നത്. എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആണ് വണ്ടി എടുക്കുമ്പോഴേ കിട്ടുന്നുള്ളത്. അത്യാവശ്യം റോഡ് പ്രസൻസ് ഉണ്ട്, വിസിബിലിറ്റി ഉണ്ട്, അത്യാവശ്യം ഗ്രൗണ്ടിൽ നിന്ന് പൊങ്ങിയിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ വണ്ടി ഓടിച്ച് നോക്കിയിട്ട് നമുക്കതിൻ്റെ എക്സ്പീരിയൻസ് പറയാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ 0.3 കിലോമീറ്റേഴ്സാണ് ഓടിയിട്ടുള്ളത്. ഞാൻ ഏകദേശം 20 കിലോമീറ്റർ ഓടിച്ചിട്ട് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് നിങ്ങളോട് പങ്കുവയ്ക്കാം. ഈ ഒരു വണ്ടി എന്തായാലും ഭയങ്കര നല്ലതാണ് കേട്ടോ. ഒരു 7 സീറ്ററാണെന്ന് നമുക്ക് ബാക്കിലോട്ട് നോക്കിയാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ എന്തായാലും ഭയങ്കര സ്മൂത്തായിട്ട് നമുക്ക് വണ്ടി ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ എല്ലാ സെറ്റപ്പും അടിപൊളിയാണ് കേട്ടോ. ബാക്കിൽ ഈ ഒരു വെന്റിലേറ്റർ സീറ്റ്സ് ആണെങ്കിലും എനിക്ക് എൻ്റെ റീച്ചബിലിറ്റി ആണെങ്കിലൊക്കെ ഭയങ്കര നല്ലതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ഈ വണ്ടി തരുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഇനി വണ്ടി എന്ത് പവർ തരുന്നുണ്ട്, അത്യാവശ്യം റെസ്പോൺസ് വണ്ടി തരുന്നുണ്ട് കേട്ടോ. ഭയങ്കര നല്ലതാണ്.
അപ്പോൾ നമ്മൾ ഏകദേശം 15 കിലോമീറ്റർ നമ്മളെ കോഴിക്കോട് രാമനാട്ടുകര റോഡിൽ ഓടിച്ചു. ഭയങ്കര നല്ലതായത് ഡ്രൈവ്, പറയാതിരിക്കാൻ വയ്യ. അപ്പം ചൂസ് ചെയ്യുമ്പോൾ അൽക്കാസറാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിരാശരാവില്ല. എന്തായാലും ഞാൻ ഡ്രൈവിങ്ങിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് പറയാം. 15 കിലോമീറ്റർ ഓടിച്ചു, ഏകദേശം 3/4 മണിക്കൂറാണ് ഈ ഡ്രൈവിന് ഞാൻ എടുത്തത്. 9.2 km/L ആണ് എൻ്റെ ഇപ്പോൾ കാണിക്കുന്ന മൈലേജ്. പക്ഷേ കമ്പനി പറയുന്നത് ഏകദേശം 15 km/L. എന്തായാലും ചിലപ്പോൾ എൻ്റെ ഡ്രൈവിങ്ങിൻ്റെ പ്രത്യേകത ആയിരിക്കണം. ഞാൻ ഭയങ്കരമായിട്ട് ആക്സിലറേഷൻ എടുക്കുന്നുണ്ടായിരുന്നു, ബ്രേക്ക് ഔട്ടുന്നുണ്ടായിരുന്നു, ടേൺസ് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഒരു സ്മൂത്ത് ഡ്രൈവിംഗ് എല്ലാം ഞാൻ ചെയ്തത്. അതുകൊണ്ട് തന്നെയായിരിക്കണം 9.2 km/L മൈലേജ് കാണിക്കുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അസ്.